പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ സ്വീകരിച്ച നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് KGMOA. ഡോക്ടർമാരെ ബലിയാടാക്കുന്നുവെന്നും സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്നും KGMOA ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് പ്രോട്ടോകോൾ പിഴവാണ് സംഭവിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കണമെന്നും ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, എന്തായാലും ഇപ്പോൾ ഡോക്ടർമാരെ പിന്തുണച്ചുകൊണ്ടാണ് KGMOA രംഗത്ത് വന്നിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് KGMOA ഇത്തരത്തിൽ ഡോക്ടർമാരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുന്നതാണ് നടപടി. ഇത് സർക്കാർ പരിഗണിക്കണം. വിദഗ്ധ സമിതി റിപ്പോർട്ട് അനുകൂലമായിട്ടും സസ്പെൻഷൻ എന്തിനാണ് ചെയ്തത്, സസ്പെൻഷൻ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉയർത്തിയത്. ഈ ഡോക്ടർമാർക്കെതിരെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കും, ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഡോക്ടർമാരുടെ സംഘടന പറയുന്നുണ്ട്. സസ്പെൻഷൻ നടപടി പിൻവലിക്കണം. അപ്പം ആരോഗ്യവകുപ്പിന് നടപടി രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണെന്നും ഡോക്ടർമാരെ ബലിയാടാക്കുകയാണെന്നും ഉൾപ്പെടെയാണ് KGMOA പറയുന്നത്. എന്ത് തരത്തിലുള്ള പ്രോട്ടോകോൾ പിഴവാണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കണമെന്നും ഈ KGMOA പറയുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഈ IMAയും സമാന രീതിയിൽ തന്നെ ഇതിൽ ഡോക്ടർമാരുടെ പിഴവില്ല, ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും KGMOയെ സംബന്ധിച്ചിടത്തോളം ഇവർ കഴിഞ്ഞ ദിവസം 2 അന്വേഷണ റിപ്പോർട്ടുകൾ, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഡോക്ടർമാർ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന തരത്തിൽ നേരത്തെ കയറി സമർത്ഥിച്ച ആളുകളാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.